അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. കുറച്ച് ദിവസമായി നമ്മൾ കണ്ടിട്ട് വേറൊന്നുമല്ല, നമ്മൾ വന്നിട്ട് ഇവിടെ വന്നിട്ട് നമുക്ക് ഓട്ടം ഒക്കെ ഭയങ്കര കുറവാണ് കേട്ടോ. പൊതുവേ ഓട്ടം കുറവാണ്. മഴയും കാര്യങ്ങളൊക്കെ ആയപ്പോഴത്തേക്ക് ബിസിനസ്സൊക്കെ ഭയങ്കര ഡൗൺ ആണ് കേട്ടോ. നമുക്ക് ഓട്ടമൊക്കെ കിട്ടിയ ഓട്ടങ്ങളൊക്കെ നമുക്കത് പ്രോഫിറ്റബിൾ അല്ലാത്ത ഓട്ടം ആയതുകൊണ്ടാണ് നമ്മൾ ഓട്ടം ഒന്നും എടുത്തില്ല. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ നിൽക്കുന്ന എവിടെ അറിയോ? നമ്മളിപ്പോൾ നിൽക്കുന്നത് തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിനടുത്തുള്ള എട്ടിമട എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. മധുക്കരയ്ക്ക് അടുത്തുള്ള എട്ടിമട എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നത് പെരുമ്പാവൂരാണ് കേട്ടോ. പരിപാടി വെച്ചാൽ ഞങ്ങൾ നേരെ എറണാകുളം വരെ പോകാം കേട്ടോ. പെരുമ്പാവൂരോട്ട് പോയിട്ട് അവിടെ നിന്ന് നേരെ ഞങ്ങൾ ആതിരയുടെ വീട്ടിലോട്ട് പോകും. വണ്ടി എറണാകുളത്ത് ഇട്ടിട്ട് ആതിരയുടെ വീട്ടിൽ പോയിട്ട് നാളെ നമ്മൾ ആതിരയെ വീട്ടിലാക്കിയിട്ട് നാളെ നമ്മൾ പുതിയൊരു ഓട്ടം തുടങ്ങാനുള്ള പരിപാടിയാണ്. ബാക്കിയൊക്കെ നമ്മൾ പിന്നീട് കാണാൻ കേട്ടോ. അപ്പോൾ ആ വണ്ടി ഇവിടെ നിൽക്കുവാണ് കേട്ടോ. ഇവിടെ ഒരു പെട്രോൾ പമ്പിൻ്റെ അടുത്ത് നിർത്തിയാണ്. അപ്പം നമുക്ക് ഇതുകൊണ്ട് ഇതിലേ കൂടിയാണ് പോകേണ്ടത്. ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നേരെ കോയമ്പത്തൂർ പോവാം. ഈ കാണുന്നതാണ് നമ്മുടെ മധുക്കരയിലെ ശിവക്ഷേത്രമാണ് കേട്ടോ. കാണുന്നത് അപ്പുറത്ത് ശിവക്ഷേത്രം. നമ്മൾ ഇതിനു മുമ്പേ പോയിട്ട് വീഡിയോ ഒക്കെ എടുത്തിട്ടുള്ളതാണ് കേട്ടോ. അതിമനോഹരമായ ശേത്രമാണ്. ഇപ്പോൾ ഇവിടെ ഇച്ചിരി മഴ കുറഞ്ഞുണ്ട്. നമ്മൾ വന്ന സമയത്ത് കേരളത്തിലൊക്കെ മഴയായിരുന്നു. നമ്മൾ വീട്ടിൽ നിന്നാണ് വന്നത് കേട്ടോ. നമ്മൾ പാലക്കാട് പോയിരുന്നു. ഓട്ടമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വീട്ടിൽ പോയിരുന്നു. അതൊക്കെ കൊണ്ടാണ് കുറച്ച് ദിവസം വീഡിയോ ഒന്നും ഇടാത്തത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ റോഡ് പിടിച്ച് നേരെ നമ്മൾ കാലിക്കാണ് പോകുന്നത്. കാരണം നമുക്ക് ഇനി എറണാകുളത്ത് പോയാൽ എന്തെങ്കിലും ഓട്ടോ ഉള്ളൂ. അപ്പോൾ നമുക്ക് നേരെ പോകും. അതുകൊണ്ട് നമ്മൾ KSRTC ചെയ്തുകൊണ്ട് അപ്പുറത്തൂടെ പോകുന്നതാണ് കേട്ടോ. കാരണം ഇവിടെ നിന്ന് ഈ മെയിൻ റോഡിൽ നിന്ന് സർവീസ് റോഡ് കയറിയിട്ടാണ് നമ്മൾ കോയമ്പത്തൂരോട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ യാത്ര എങ്ങോട്ടേക്കാണ്? ചെങ്ങന്നൂർക്ക് അല്ലേ? ചെങ്ങന്നൂർ വരെ നമ്മൾ ലോറിയിലല്ല പോകുന്നത്. ആതിരയുടെ വീട് ചെങ്ങന്നൂരാണ്. അറിയാത്തവർക്ക് വേണ്ടി പറയുവാണ് കേട്ടോ. നമ്മളിപ്പോൾ ചെങ്ങന്നൂർ വേണം. പിന്നെ ഇതുണ്ടോ, ഇതിപ്പോൾ നമ്മൾ വെച്ചതാണ്. നമ്മളിപ്പോൾ ഒരു അരമണിക്കൂർ മുമ്പ് വെച്ച സാധനമാണ് കേട്ടോ. വണ്ടിയുടെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് അല്ലേ? ഓട്ടത്തിൻ്റെ കാര്യമൊന്നും പറയണ്ടല്ലോ. ഓട്ടമൊക്കെ കണ്ടില്ല, വണ്ടികളെല്ലാം ഇവിടെ എല്ലാം വെറുതെ കിടക്കുവാണ്. ഓട്ടമൊക്കെ വളരെ കുറവാണ്. ഉള്ള ഓട്ടം എന്ന് പറയുന്നത് വാടകയും കുറവാണ് ഇവിടെ നിന്നൊക്കെ കേട്ടോ. കോയമ്പത്തൂർ സൈഡിൽ നിന്നൊക്കെ വാടക ഭയങ്കര കുറവാണ്. പിന്നെന്തുവാ, നമ്മൾ ഗിയറിലൊക്കെ നമ്മൾ ചെറിയൊരു ഡെക്കറേഷനൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നാൽ വണ്ടി സ്റ്റാർട്ട് ചെയ്താലോ? വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് പെരുമ്പാവൂർ പോകണം. ഇപ്പം സമയം ഉച്ചയായി. നമ്മളിവിടെ 3 ദിവസം നമ്മൾ നോക്കി, ഒരു രക്ഷയില്ല. മാത്രമല്ല നമ്മളെ മാത്രമല്ല, ഒത്തിരി വണ്ടികൾക്ക് ഓട്ടം ഇല്ലാതിരിക്കുക കേട്ടോ. അപ്പോൾ നേരെ നമ്മൾ പാലക്കാട് വാളയാറ് നമ്മളെ സ്ഥിരം റൂട്ട് വഴി നേരെ എറണാകുളത്തോട്ട് പോവാം. നമുക്കപ്പോൾ ഹൈവേയിലോട്ട് കയറണം. നമ്മളിപ്പോൾ സർവീസ് റോഡിലാണ് കേട്ടോ നിൽക്കുന്നത്. RTO ചെക്ക് പോസ്റ്റ് തമിഴ്നാടിൻ്റെ. നമ്മളിതിന് ലോഡൊന്നുമില്ല, നമ്മൾ കാലിക്കാണ്. അപ്പം നമ്മളിനി മിക്കവാറും നമ്മളിനി പോകാൻ പോകുന്ന ഓട്ടം എന്ന് പറയുന്നത് നമ്മൾ ഇതിനു മുമ്പേ പോയില്ലേ ആ റൂട്ടായിരിക്കും. നമ്മളെ ശിരൂരില്ലേ, ശിരൂര് ഇങ്ങനെ മറ്റേ സ്ഥലത്തിന് എടുത്താ എല്ലാപ്പൂര്, പിന്നെ നമ്മളെ അങ്കോള അല്ലേ, അങ്കോള ആ റൂട്ടിൽ തന്നെ ഓടാനാട്ടോ പ്ലാന്. ആ റൂട്ടിലെ ഓട്ടത്തിനാണ് ഇച്ചിരി വാടകയുള്ളത്. ഈ റൂട്ടിലെ ഓട്ടത്തിന് വാടക വളരെ കുറവ്. കേരളത്തിൽ മിക്ക ആൾക്കാരും ആ റൂട്ട് തന്നെയാണല്ലേ. ചുമ്മാ അതല്ല എല്ലാരും ആ റൂട്ടിൽ പോകുന്നത്. ലാഭം വേണേ ആ റൂട്ടിൽ ഓടിയിട്ടേ കാര്യമുള്ളൂ. ഈ റൂട്ടിൽ വാടക നന്നേ കുറവാണ് കേട്ടോ. നമുക്കിനി ഹൈവേയിലോട്ട് കയറണമല്ലോ. ഹൈവേയിലോട്ട് കയറണം, നമുക്ക് കുറച്ച് ഡീസൽ അടിക്കണം. അപ്പുറത്തു നിന്നായിരിക്കും ഹൈവേയിലോട്ട് കയറുന്നത്. ഇത് എട്ടിമട എന്നൊക്കെ കേട്ടിട്ടുണ്ട്. എട്ടിമട എന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ. കോയമ്പത്തൂർ ഹൈവേയുടെ സൈഡിലാണ്. ഞങ്ങൾ പാലക്കാട് വീട്ടിൽ പോയി. കാരണം ഓട്ടോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വീട്ടിൽ പോയായിരുന്നു. വീട്ടിൽ പോയിട്ടാണ് നമ്മൾ വണ്ടി എടുക്കാൻ വേണ്ടി വന്നത്. നമുക്ക് ഓട്ടമില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ ഓട്ടമൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ എല്ലാം കുഴപ്പം എന്താ അറിയോ? ഇപ്പം നമ്മളൊരു ജസ്റ്റ് യൂട്യൂബിൽ വീഡിയോ ചെയ്യാൻ വേണ്ടി മാത്രം പോവുകയാണെങ്കിൽ നമുക്ക് ആ ഓട്ടം മുതലാവും. കാരണം നമുക്ക് യൂട്യൂബിൽ നിന്ന് പൈസ ലാഭിക്കാം. പക്ഷെ നമ്മൾ വെറും വണ്ടി ഓടുന്ന, നമ്മൾ മെയിൻ വണ്ടി ഓടുന്നത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണല്ലോ യൂട്യൂബ് എന്നതിലുപരി. അപ്പോൾ ആ ഓട്ടത്തിനാണെങ്കിൽ അതിൽ ബാലൻസ് വളരെ കുറവായിരിക്കും. തോൾ ഒത്തിരി വരും. അപ്പോൾ അതൊക്കെ നോക്കിയപ്പോൾ മാത്രമല്ല, ഒറ്റയ്ക്ക് സിംഗിളായിട്ട് അത്രയും ദൂരം ഓടിച്ച് പോയാലും അത്രയും ബെനിഫിറ്റ് ഇല്ല. അതാണ് നമ്മൾ ആ ഓട്ടം ഒന്നും എടുക്കാത്തത്. നമുക്ക് കുറേ വന്നായിരുന്നു, ഡൽഹിയും അവിടെ ഇവിടെയൊക്കെ വന്നായിരുന്നു, ഇവിടെ നിന്ന് തമിഴ്നാട്ടിൽ തന്നെ. പക്ഷെ വാടക വളരെ കുറവാണ്. ഇവിടെ നമുക്ക് ഹൈവേയിലോട്ട് കയറാം അല്ലേ. അപ്പോൾ എല്ലാവരും വിചാരിക്കും നമ്മൾ മടിച്ചിട്ട് ആ വീഡിയോ ഇടാത്തത്. സത്യാവസ്ഥ നമുക്കേ അറിയൂ അല്ലേ. നമ്മളിതിന്റെ പുറകെ നല്ല വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ ഓരോ കാര്യങ്ങൾ അങ്ങനെയാണ്, നമ്മൾ പഠിച്ചു വരുന്നില്ലുള്ളൂ. എല്ലാ ഓട്ടോ എടുക്കാൻ പറ്റത്തില്ല. എല്ലാം നോക്കി അതിനനുസരിച്ച് എല്ലാം കൂടെ കണക്കൂട്ടി നോക്കുമ്പോ ഒന്നും ശരിയാവുന്നില്ല. ഇത് സത്യം പറഞ്ഞ അത്ര ലാഭ പരിപാടി അല്ലല്ലേ. അല്ല, ഇത് ലാഭമാണ്. ഈ പറഞ്ഞ പോലെ ഫുള്ളിരുന്ന് ഓടണം. പിന്നെ കൊറേ ലോറി ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. കുറെ ലോറി ഉണ്ടെങ്കിൽ എല്ലാം ഓടുവാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ
ഒരു ലോറിയായിട്ടൊക്കെ ഇത് പറ്റും എങ്ങനെ അറിയോ? ഇപ്പൊ നമ്മളിപ്പോ യൂട്യൂബ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ട്. എന്താ പറഞ്ഞാല് ഇപ്പൊ നമ്മൾ ഒരേ സ്ഥലത്ത് തന്നെ പോയി വരുവാണെങ്കിൽ ലാഭത്തിൽ ഓടിക്കാം. പക്ഷെ നമ്മൾ അങ്ങനെ പോയാൽ നിങ്ങൾക്കും ബോറാവത്തില്ലേ? അതല്ലേ പ്രശ്നം. എന്തായാലും നോക്കാം നമുക്ക്. എന്തായാലും വീഡിയോ നടക്കണ്ടേ? അതെ അതെ, വീഡിയോ ഉണ്ടെങ്കിലേ നമുക്ക് പ്രയോജനമുള്ളൂ. ഹൈവേയിൽ കയറി. എന്തായാലും ഇവിടെ മഴയില്ലല്ലോ. രാത്രി നല്ല മഴയായിരിക്കും. ഇവിടെ രാത്രി മഴയും പകല് കേരളത്തിൽ മൊത്തം മഴയും. ഈ റൂട്ട് ട്രെയിൻ ഇപ്പൊ പോയ അടിപൊളിയായിരിക്കും. ഈ റൂട്ട് അടിപൊളി റൂട്ടാണ് കേട്ടോ. നമ്മുടെ ആ വെസ്റ്റേൺ ഗാറ്റ്സിന്റെ ഗ്യാപ്പില് ഇഷ്ടം പോലെ വെള്ളച്ചാട്ടമുണ്ട്. അതെ അതെ. അപ്പൊ അതൊക്കെ കൊണ്ടാണ് നമ്മൾ വീടായത്. പിന്നെ മെയിൻ കാര്യം അറിയാലോ, ഇപ്പത്തെ നമ്മളെ നാട്ടിൽ നടക്കുന്ന അവസ്ഥയൊക്കെ അറിയാലോ, വയനാടിന്റെ ഒക്കെ കാര്യങ്ങളെ. ഇത്രയും നമ്മളെ നാട്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, എന്തൊക്കെ പറഞ്ഞാലും നമ്മളെ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറഞ്ഞാൽ ഗോഡ്സ് ഓൺ കൺട്രി തന്നെ. കാരണം കേരളത്തിലെ ജനങ്ങളാണ് യഥാർത്ഥത്തിൽ ഗോഡ്സ്, അല്ലേ? അങ്ങനെ വേണം പറയാൻ. കാരണം എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും നമ്മൾ ഒന്നായിരിക്കും. നമ്മളെ കർണാടകയിലൊക്കെ കണ്ടല്ലേ, അത് വെച്ച് നോക്കുമ്പോൾ നമ്മളൊക്കെ എന്താ കൂട്ടായ്മയാണ്. ഒരു പ്രശ്നം വരുമ്പോഴേ അത് പറഞ്ഞേ പറ്റൂ. അത്രയ്ക്ക് നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട് നമ്മളെ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട്. രക്ഷാപ്രവർത്തനവും കാര്യങ്ങളും എല്ലാം. മല കാണാവോ? ആണല്ലേ? ഇപ്പൊ നല്ല തെളിഞ്ഞ് കാണാം. അല്ലാത്ത സമയത്ത് ഭയങ്കര മഞ്ഞ് മൂടിയിരിക്കുന്നു. അപ്പൊ ഈ വണ്ടി ഇങ്ങനെ കാലിക്ക് ഓടുവാന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ഡീസൽ എക്സ്പെൻസ് ഉള്ള പരിപാടിയാണ്. പിന്നെന്ന് പറഞ്ഞാല് വേറെ വഴിയില്ല, അതുകൊണ്ടാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. ഞാൻ ഒന്ന് പോയി നമ്മളെല്ലാം ഒന്ന് സെറ്റായി വരട്ടെ, കുറച്ച് ടൈം എടുക്കും. ഇപ്പൊ തൽക്കാലം ആദ്യം ഒന്ന് വീട്ടിലോട്ട് പോകുന്നേ ഉള്ളൂ. അതൊക്കെ നമുക്ക് വരുന്ന വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യാം അല്ലേ? എനിക്ക് അത്യാവശ്യം ഓടിക്കാനൊക്കെ അറിയാം, പക്ഷേ ലൈസൻസ് ഇല്ല, അതുകൊണ്ടാണ്. ആര് ചെറുതായിട്ടൊക്കെ വണ്ടി ഓടിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷെ ലൈസൻസ് എടുക്കണം നമുക്ക്. ലൈസൻസ് എടുത്തിട്ടേ കാര്യമുള്ളൂ, അതിന് ടൈം എടുക്കും. നമുക്ക് കർണാടക പോയി എടുത്താലോ? എന്തായാലും വണ്ടി കർണാടക പോയാൽ എളുപ്പം കിട്ടുന്നതാ പറയുന്നത്. ഇത് തമിഴ്നാടിന്റെ RTO ആണ്. നമ്മളെ വണ്ടി നിർത്തിച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല, കാലിയല്ലേ. നമ്മുടെ പേപ്പറെല്ലാം ക്ലിയർ ആണ്. നമ്മൾ വണ്ടി നിർത്തിച്ചില്ല അല്ലേ? നിർത്തിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത് കയറാൻ പോകുന്നത് നമ്മുടെ സ്വന്തം വാളയാർ. നമ്മൾ ഇതുവഴി സ്ഥിരം യാത്രക്കാരാണ്. കാരണം നമുക്ക് പാലക്കാട് നിന്ന് എളുപ്പം വരാൻ പറ്റുന്ന വഴിയാണല്ലോ. പക്ഷെ നമ്മൾ ഈ വണ്ടിയുമായിട്ട് വാളയാർ കടന്നിട്ടില്ലല്ലോ. അല്ല, ശരിയാണല്ലേ, ഈ വണ്ടിയായിട്ട് നമ്മൾ വാളയാർ പോയിട്ടില്ലല്ലോ. നമ്മൾ അതുവഴിയല്ലേ പോയത് പറഞ്ഞൊക്കെ. അത് ശരിയാട്ടോ. അപ്പൊ നമ്മൾ ആദ്യമായിട്ടാണ് ഈ വണ്ടി കൊണ്ട് നമ്മൾ വാളയാർ ചെക്ക് പോസ്റ്റ് ക്രോസ് ചെയ്ത് നമ്മുടെ നാട്ടിലോട്ട് കയറാൻ പോകുന്നത്. നമ്മുടെ പശ്ചിമഘട്ട മലകളൊക്കെ കണ്ടോ? ചുറ്റും 1X-ലാണ് എടുക്കുന്നത്. 1X-ൽ എടുത്ത് നോക്കിയേ, നമ്മളെ പശ്ചിമഘട്ട മലകളെല്ലാം നമുക്ക് ഇവിടുന്ന് കാണാം. നല്ല ഭംഗിയിലാണ്. നല്ല ഒരിടയ്ക്ക് എന്ത് വരുന്നറിയോ, കാടും മലയെല്ലാം കരിഞ്ഞു ഉണങ്ങിയിരിക്കുന്നതായിരുന്നു. ഇപ്പൊ നല്ല പച്ചപ്പായി അല്ലേ? മഴയുള്ള സമയത്ത് ഈ ട്രെയിൻ റൂട്ട് ഉറപ്പായിട്ടും പോകണം. ഇപ്പൊ നമ്മളെ പശ്ചിമഘട്ടമാണ് നമ്മുടെ ഇപ്പത്തെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം അല്ലേ? കാരണം പശ്ചിമഘട്ടം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിന്റെ നിലനിൽപ്പാണ് ഈ പശ്ചിമഘട്ടം എന്ന് പറയുന്നത്. അപ്പത്തേക്ക് തമിഴ്നാട് വണ്ടി നമ്മളെ ഇടയിലോട്ട് കയറ്റി. കാരണം ഈ പാർക്കിന്റെ ഫാന്റസി പാർക്കിന്റെ അതായത് ഞാൻ എന്തോ പറഞ്ഞു പശ്ചിമഘട്ടത്തിന്റെ കാര്യം. എന്ത് ഭംഗി നോക്കിയേ എന്റെ മോനെ, എന്ത് മലബാർ സിമെന്റിന്റെ ഫാക്ടറിയാണ്. പശ്ചിമഘട്ടത്തിന്റെ കാര്യം നമുക്ക് സംസാരിക്കാം. ആദ്യം ഒന്ന് ഭംഗിയൊന്ന് ആസ്വദിക്കട്ടെ അല്ലേ? അടിപൊളി. ഈ സൈഡ് കണ്ടോ? ഈ സൈഡ് കാണുന്ന വെച്ചാൽ ട്രക്ക് പാർക്കിംഗ് ആണ് കേട്ടോ. ലെഫ്റ്റ് സൈഡിൽ ഒരുപാട് ട്രക്കുകൾക്ക് നമുക്ക് പാർക്ക് ചെയ്യാം. നമ്മളെ ബോർഡറല്ലേ, നമ്മൾ വാളയാർ ചെക്ക് പോസ്റ്റിന് തൊട്ട് മുമ്പായിട്ടാണ് ഇത്രയും സ്പേസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് പുതിയ കുറേ ഭാരത് ബെൻസിന്റെ ചേസ് കൊണ്ടുവന്ന വണ്ടി കാണാം, ചേസുമായിട്ട് പോകുന്ന വണ്ടി കാണാം. പിന്നെ കുറേ വണ്ടികളെല്ലാം ഇവിടെ പാർക്ക് ചെയ്യും. പക്ഷെ ഇവിടെ പേടിക്കാനൊന്നുമില്ല, ഇവിടെ മലയൊന്നുമില്ല. ഇപ്പൊ ഒരു പ്രശ്നം വന്നതോടുകൂടി നമുക്ക് മലയോടത്തൊരു പേടി വന്നു തുടങ്ങി അല്ലേ? മറ്റേ നമ്മൾ മലയെ ആസ്വദിക്കുമായിരുന്നു. ഇപ്പൊ ഒരു ചെറിയൊരു പേടി പോലെ മലയൊക്കെ കാണുമ്പോഴേ ഇതുപോലെ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുവോ എന്നുള്ള ടെൻഷനായതാണ്. ഒരു വർഷം മഴ പെയ്യാതിരുന്ന് അടുത്ത വർഷം ഇരട്ടിയായിട്ടാ പെയ്യുന്നത്. കഴിഞ്ഞ വർഷം നമ്മൾ പറയുകയും ചെയ്തായിരുന്നു വീഡിയോയിലൊക്കെ അല്ലെ, മഴയില്ല. കഴിഞ്ഞ പ്രാവശ്യം ഭയങ്കര വരൾച്ചയായിരുന്നല്ലോ ഇവിടൊക്കെ. അതെ, ഈ പാലം കഴിഞ്ഞാൽ നമ്മൾ കേരളത്തിലോട്ട് പ്രവേശിക്കുകയാണ്. അപ്പൊ നമ്മളെ വണ്ടി ആദ്യമായിട്ടാണ് വാളയാർ ക്രോസ് ചെയ്ത് കേരളത്തിലോട്ട് പോകുന്നത്. ഇതിനപ്പുറം അങ്ങോട്ട് ഫോറസ്റ്റ് അല്ലേ? ഇതിനിപ്പുറമൊക്കെ ഫോറസ്റ്റ് ഏരിയ ആണോ? ഇവിടെയൊക്കെ ഇതിന്റെ അപ്പുറം റെയിൽവേ ട്രാക്ക് വരും. ഒരു ട്രാക്ക് ഉണ്ട്, അതിന്റെ അപ്പുറം വേറൊരു ട്രാക്ക് ഉണ്ട്. ഈ രണ്ട് ട്രാക്കിന്റെ ഇടയിലെല്ലാം ഫുൾ ഫോറസ്റ്റ് ആണ്. ഒത്തിരി ട്രെയിനുകൾ ആന ഇടിച്ച ഏരിയ ഒക്കെ ഈ സൈഡിലാണ് കേട്ടോ.
അപ്പൊ നമ്മൾ പറഞ്ഞു വന്ന നമ്മളെ പശ്ചിമഘട്ടത്തെ കുറിച്ചാണ്. പശ്ചിമഘട്ടത്തിന്റെ സംരക്ഷണം കേരളത്തിന്റെ ജീവനാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമ്മളെല്ലാം ജീവിക്കുന്നത് പശ്ചിമഘട്ടത്തിന്റെ ഇപ്പുറത്തായിട്ടാണ്. അപ്പൊ ഏറ്റവും റിസ്ക് ഉള്ളത് ഈ പശ്ചിമഘട്ടം നമ്മളെ ഗുജറാത്ത് തൊട്ട് നമ്മളെ കന്യാകുമാരി വരെയുള്ള തുടർച്ചയായ മലകളാണ്. അതിൽ പ്രധാനപ്പെട്ട ഗ്യാപ്പിലെ കൂടിയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ പാലക്കാട് ഗ്യാപ്പ്. പിന്നെ ഗോവയിൽ ഒരു ചെറിയ ഗ്യാപ്പുണ്ട്, പിന്നെ കൊല്ലത്തൊരു ചെറിയ ഗ്യാപ്പുണ്ട്. അങ്ങനെ ചെറിയ ചെറിയ ഗ്യാപ്പുകൾ മാത്രമേ ഈ പശ്ചിമഘട്ടത്തിലുള്ളൂ. ബാക്കിയെല്ലാം തുടർച്ചയായിട്ടുള്ള മലകളാണ്. അപ്പം ഗുജറാത്ത് ബോർഡർ തൊട്ട് ഗുജറാത്ത് മഹാരാഷ്ട്ര ബോർഡർ തൊട്ട് കന്യാകുമാരി വരെയുള്ള ഒരു പ്രധാനപ്പെട്ട മലയാണല്ലോ നമ്മുടെ പശ്ചിമഘട്ടം എന്ന് പറയുന്നത്. അപ്പൊ അതിൽ ഏറ്റവും കൂടുതൽ പശ്ചിമഘട്ടത്തിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് നമ്മുടെ കേരളമാണ്. കാരണം കാരണം നമ്മളെ പശ്ചിമഘട്ടത്തിന്റെ സൈഡിൽ ഫുള്ളായിട്ടുള്ള സംസ്ഥാനം നമ്മളാണ്. ബാക്കിയെല്ലാ സംസ്ഥാനത്തിന്റെ ഒരു ഭാഗം മാത്രമാണ് പശ്ചിമഘട്ടം. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ സംസ്ഥാനത്തിന് ഫുള്ളായിട്ട് മുഴുവനായിട്ട് കവർ ചെയ്തിരിക്കുന്നതാണ് പശ്ചിമഘട്ടം. അപ്പം പശ്ചിമഘട്ടത്തിന് എന്ത് സംഭവിച്ചാലും ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന സംസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ കേരളമാണ്. അപ്പം അതിൻ്റെ സംരക്ഷണം എന്ന് പറയുന്നത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? സാധാരണപ്പെട്ട ആൾക്കാർക്ക് വീട് വയ്ക്കാൻ വേറെ വഴിയില്ല. കാരണം മലയുടെ അവിടെയൊക്കെ പോയാലേ നമുക്കൊരു 5 സെന്റ് സ്ഥലം ചെറിയ പൈസയ്ക്ക് വാങ്ങിക്കാൻ പറ്റും. അങ്ങനെയാണോ ആൾക്കാർ അവിടെ പോയി താമസിക്കുന്നത്. മലയിടിച്ചുള്ള നിർമ്മാണം, പിന്നെ ഈ പറഞ്ഞ പോലെ പാറ പൊട്ടിക്കൽ, എംസാൻഡ് ഇതൊക്കെ ഉണ്ടാകുന്നില്ലേ? ഈ പാറ പൊട്ടിക്കൽ ഇതൊക്കെ കാരണമാണ് നമുക്ക് പ്രകൃതി ഇത്രയും പ്രശ്നം വരുന്നത്. അത് കാരണമാണ് നമുക്ക് തുടർച്ചയായിട്ട് ഇപ്പൊ ഗാഡ്ഗിൽ റിപ്പോർട്ട് എന്ന് പറഞ്ഞ റിപ്പോർട്ട് ഉണ്ടല്ലോ, നമ്മളെ വെസ്റ്റേൺ ഗാഡ്സിനെ കുറിച്ചുള്ള പഠനമാണ്. അതിനകത്ത് പറയുന്നതിൽ ഏറ്റവും കൂടുതൽ പരിസ്ഥിതി ലോല പ്രദേശമുള്ളത് കേരളമാണ്. ഈ ഒരു വെസ്റ്റേൺ ഗാഡ്സിലെ ഏറ്റവും കൂടുതൽ ഈ വെസ്റ്റേൺ ഗാഡ്സിൽ ഉണ്ടാകുന്ന നിർമ്മാണങ്ങൾ ബാധിക്കുന്നത് നമ്മളെ കേരളമായിരിക്കും. അത് നല്ല രീതിയിൽ നോക്കിയും കണ്ടും ഗവൺമെന്റ് ചെയ്തില്ലെങ്കിൽ നമ്മുടെയൊക്കെ ജീവന് ബാധിക്കുന്നൊരു കാര്യമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സബ്ജക്റ്റ് ആണ് കേട്ടോ വെസ്റ്റേൺ ഗാഡ്സിനെ കുറിച്ചുള്ള. അതാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. അപ്പൊ നമ്മൾ കേരളത്തിൽ പ്രവേശിച്ചു. വാളയാർ കഴിഞ്ഞു. ഇനി നമ്മൾ പാലക്കാട്, പിന്നെ തൃശ്ശൂര്, എറണാകുളം. എന്നിട്ട് നമുക്ക് എങ്ങനെ പോകാനാ? ബസ്സിന് പോകണോ ട്രെയിനിന് പോകണോ? പെരുമ്പാവൂരാണ് നമ്മൾ വണ്ടി വയ്ക്കുന്നത്. പെരുമ്പാവൂർ റെയിൽവേ സ്റ്റേഷൻ ഇല്ല. പിന്നെ അടുത്ത റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് ആലുവയാണ്. അപ്പം ബസ്സിനും പോവാം. അതാകുമ്പോൾ MC റോഡിലല്ലേ. ആതിരയുടെ വീട് എന്ന് പറയുന്നത് ചെങ്ങന്നൂരിനടുത്ത് കാരക്കാട് എന്ന് പറഞ്ഞ സ്ഥലമാണ്. അതായത് MC റോഡിലാണ് കേട്ടോ ആതിരയുടെ വീട്. MC റോഡിന്റെ അടുത്താണ്. അപ്പൊ ബസ്സിന് പോയാൽ നമുക്ക് വീടിന്റെ തൊട്ട് മുമ്പിൽ ഇറങ്ങാം. കുറച്ച് മുമ്പിലായിട്ട് തന്നെ ഇറങ്ങാം. നടന്നു പോകാവുന്നേ ഉള്ളൂ ബസ് ഇറങ്ങിയിട്ടേ. അപ്പൊ അതുകൊണ്ട് ബസ്സിൽ തന്നെ പോവല്ലേ. ഇവിടെ ഈ ഇതില് തേക്ക് ഇതെല്ലാം തേക്ക് മരങ്ങളാണ് ഇവിടെ എല്ലാം. മുറിച്ച് വെക്കുന്നതാന്ന് തോന്നുന്നു. ഗവൺമെന്റിന്റെ തടി. അത് കുഴപ്പമില്ലെന്ന് തോന്നുന്നു. അതിനെപ്പറ്റി എനിക്ക് കറക്റ്റ് അറിയത്തില്ല. നല്ല രസമാണ് ഈ റോഡിലെ കൂടെ യാത്ര ചെയ്യാൻ കേട്ടോ. സുഖ പരിപാടിയാണ്. നല്ല ഹൈവേ അല്ലേ. നമ്മുടെ കേരളത്തിൽ ഇച്ചിരി ബെറ്റർ ഹൈവേ ഉള്ളത് ഇതാണ്. ഇനി വരത്തേ ഉള്ളൂ. അത് പറഞ്ഞപ്പോൾ വേറൊരു കാര്യം കൂടെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ യാത്ര ചെയ്ത് പോയപ്പോൾ നമുക്ക് അറിയാമല്ലോ. അതായത് നമ്മളിപ്പോൾ പുതിയതായിട്ട് വരുന്ന നാഷണൽ ഹൈവേ ഇല്ലേ, NH66 തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെയുള്ള, അതിന്റെ ഇടയിൽ ഇനി എന്തെല്ലാം സംഭവിക്കാൻ പോകുന്നത് ഇനി നമ്മൾ കണ്ടറിയണം. കാരണം നമ്മൾ ബൈക്കിലല്ല, ലോറി പോകുമ്പോൾ തന്നെ അറിയാം എല്ലാ കുന്നൊക്കെ ഇടിച്ചിട്ടാണ് ഇത് മൊത്തത്തിൽ പണിഞ്ഞിരിക്കുന്നത്. അതിനൊന്നും വലിയ സേഫ്റ്റി കണ്ടെടുത്തോളം തോന്നിയിട്ടില്ല കേട്ടോ. മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളം പോകാൻ ശരിക്കും ഒരു വഴി ഉണ്ടാക്കിയിട്ടില്ല. ആ സർവീസ് റോഡൊക്കെ ഇപ്പൊ കാണുമ്പോൾ അറിയാൻ പറ്റും. അത് നേരിട്ട് കണ്ടവർക്ക് മനസ്സിലാവും. അതുപോലെ സർവീസ് റോഡൊക്കെ ആണെങ്കിൽ മല പോലെ 1-2 മലയാണ് ഫുള്ള് ഇറങ്ങി മറ്റേ വണ്ടർലയിലൊക്കെ റൈഡൊക്കെ മൊത്തം കുന്നിടിച്ച്. അത് പ്രത്യേകിച്ച് നമ്മുടെ കോഴിക്കോട്, കണ്ണൂര്, മലപ്പുറം ആ ഭാഗത്തൊക്കെയാണ് കേട്ടോ പ്രധാനമായിട്ടും. നമ്മളവിടെ അത്രയും പ്രശ്നമില്ല. അപ്പൊ കൊല്ലത്തൊന്നും മലയൊന്നും ഇടിച്ചിട്ടൊന്നും അങ്ങനത്തെ ഇതൊന്നും ഇല്ലായിരുന്നു. നമ്മളെ റോഡ് പോകുന്ന ഭാഗം കടലിന്റെ സൈഡിൽ കൂടെ പോകുന്നത്. പക്ഷെ ഇപ്പുറ സൈഡ് ഒരുപാട് കുന്നും മലയൊക്കെ ഇടിച്ചിട്ടാണ് ഇത് പണിഞ്ഞിരിക്കുന്നത്. ഇനി അതിന്റെ ഭവിഷ്യത്തൊക്കെ ഭാവിയിൽ എന്താവുമെന്ന് അറിയത്തില്ല കേട്ടോ. ഇപ്പൊ ഞാൻ ഈ പറയുന്നത് ചിലപ്പം കുറെ കാലം കഴിയുമ്പോൾ അതിന്റെ ഭവിഷ്യത്ത് വരാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്ക് ഇപ്പോഴേ തോന്നുന്നുണ്ട്. കാരണം നമുക്ക് അതിൽ കൂടെ യാത്ര ചെയ്തപ്പോൾ നമുക്ക് അതാ കേട്ടോ മനസ്സിലായത്. നമ്മളെ നല്ല രീതിയിൽ പണിഞ്ഞില്ലെങ്കിൽ നമ്മളെ നാട് മൊത്തത്തിൽ ഇപ്പൊ പ്രശ്നമായിരിക്കുകയാണ്. നമ്മളിതൊന്നും നെഗറ്റീവ് പറയല്ല. ഇതൊക്കെയാണ് നമ്മളെ യാത്രയിൽ നമ്മൾ കാണുന്ന കാര്യങ്ങൾ നിങ്ങളടുത്ത് പറഞ്ഞതേ ഉള്ളൂ. ഇങ്ങനെ മുൻകൂട്ടി ഇതിനെ കുറിച്ചൊന്നും ചിന്തിക്കാതെ ചെയ്യുന്നോണ്ടാ ഇതുപോലത്തെ ഓരോ പ്രശ്നങ്ങളൊക്കെ. അതേപോലെ അടുത്ത പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ ആരും ഇപ്പൊ ചർച്ച ചെയ്യുന്നില്ല, നമ്മുടെ മുല്ലപ്പെരിയാറിന്റെ വിഷയം അല്ലേ. ഇതൊക്കെ എന്തോ ആയി തീരുമെന്തോ. എല്ലാ മനുഷ്യ നിർമ്മിതികൾക്കും അതിൻ്റെതായ ഒരു എന്താ പറയാ കാലയളവുണ്ട്.
അത് പൊട്ടിയിട്ടാണ് അതിന്റെ കാലയളവ് നിശ്ചയിക്കുന്ന രീതിയിലാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെ കുറിച്ചൊന്നും കാര്യമായിട്ട് സംസാരിക്കുന്ന പോലും ഇല്ലെന്ന് തോന്നുന്നു. ഒരു റസൽ എന്ന് പറഞ്ഞൊരു അഡ്വക്കേറ്റ് ആണ് സത്യം പറഞ്ഞ, പുള്ളി വർഷങ്ങളായിട്ട് അതിന്റെ പുറകെ കിടക്കുന്നുണ്ട്. നമ്മളൊക്കെ സപ്പോർട്ട് ചെയ്തതാണ് അദ്ദേഹത്തിന്റെ പ്രശ്നം. പക്ഷെ അത് ഗവൺമെന്റ്, രണ്ട് ഗവൺമെന്റ്, നമ്മൾ കേരളം മാത്രം വലിയ പ്രശ്നമായി പോകുമോന്ന് ഓർത്തിട്ട് എല്ലാരും ഒതുക്കുന്ന പോലെ തോന്നുന്നു. ഇപ്പൊ എല്ലാവരും വയനാടിന്റെ കാര്യം ചർച്ച ചെയ്യുന്നു. പക്ഷെ ഈ ചർച്ച ചെയ്യേണ്ടത് വയനാട് കഴിഞ്ഞാൽ അടുത്ത് ഇപ്പൊ ചർച്ച ചെയ്യേണ്ട മുല്ലപ്പെരിയാറിനെ കുറിച്ചാണ്. മഴ പെയ്യുമ്പോൾ മാത്രമേ ഉള്ളൂ ചർച്ചകൾ, അത് വേറൊരു കാര്യം. നമ്മള് പറഞ്ഞു എവിടെയൊക്കെയോ പോയി. ഒത്തൊരുമിച്ച് നിന്നിട്ട് മാത്രം കാര്യമില്ല. പ്രശ്നം വരാതെ തടയാനാ നോക്കണ്ടു. എന്നാ ഭംഗിയല്ലേ മലയൊക്കെ. ഇതാ നോക്ക്, ഈ മലകളൊക്കെ ഉണ്ടോ, ഇതെല്ലാം നമ്മുടെ വെസ്റ്റേൺ ഘാട്സിന്റെ ഭാഗങ്ങളാണ്. ഇവിടെ ഒന്നും മനുഷ്യവാസമൊന്നും ഇല്ല കേട്ടോ. ഇത് ഇത്രയും ഗ്യാപ്പ് ഇവിടെ നിന്ന് നമ്മളെ നെല്ലിയാമ്പതി മലനിര വരെ ഗ്യാപ്പാ. പക്ഷെ ഇവിടെ ഒന്നും പൊട്ടാനോ ഒന്നും ചാൻസ് ഇല്ല. കാരണം അവിടെ എല്ലാം മരങ്ങളൊക്കെ ഉണ്ട്, ബിൽഡിങ്ങുകളോ കാര്യങ്ങളോ ഒന്നുമില്ല ഈ മലയിൽ. ആ വീഡിയോയിൽ കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. അത് ഫോറസ്റ്റ് ഏരിയ ആണ്. ഫോറസ്റ്റ് ഏരിയ വളരെ സേഫ് ആയിട്ടുണ്ട്. എത്ര മഴ പെയ്താലും അത് എപ്പോൾ വന്നാലും അത് നല്ല രീതിയിലുണ്ട്. എവിടെയും പൊട്ടുന്നതായിട്ട് നമുക്ക് കണ്ടിട്ടില്ല. എന്തായാലും നമ്മൾ വിഷയത്തിൽ തന്നെ മാറുന്നു. നമ്മൾ ലോറിയായിട്ട് വന്നതാണ്. നമ്മൾ എങ്ങോട്ടേക്കാ പോയി, നമ്മൾ ഭയങ്കര ചർച്ചയിലോട്ട് പോയി കേട്ടോ. സാരമില്ല, നമ്മളൊരു മീഡിയയിൽ വർക്ക് ചെയ്യുന്നതാണ്. നമ്മൾ ഒരു മീഡിയ ആണല്ലോ. അപ്പൊ നമുക്ക് പറയാനുള്ളത് നമ്മൾ പറയാം. 10 പേരെങ്കിലും കാണുമല്ലോ നമ്മൾ പറയുന്നത്. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാവുന്നവരൊക്കെ അവരുടെ കമന്റുകളൊക്കെ ആയിട്ട് ഇട്ടാലും നല്ലതായിരിക്കും. അതെ അതെ, ഇതിനുവേണ്ടി എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അപ്പോഴത്തേക്ക് നമ്മൾ ടോൾ പ്ലാസ എത്തി, അട്ടപ്പള്ളം ടോൾ പ്ലാസ. നമുക്കിനി എത്ര ടോൾ പ്ലാസ ഉണ്ട്? 3 ടോൾ പ്ലാസ വരുന്നു കേട്ടോ. നമുക്ക് കാലിക്ക് ഇത്രയും പൈസ കൊടുക്കേണ്ടി വരും ടോളിന്. ഞാനേ ഫോണിങ് എടുത്തോ, റീചാർജ് ചെയ്യാനുണ്ട് അതിനകത്ത്. ഇവിടെ നമുക്ക് അട്ടപ്പള്ളം ടോൾ പ്ലാസയിൽ നമുക്ക് വരുന്ന റേറ്റ് എന്ന് പറയുന്നത് 415 രൂപയാണ് കേട്ടോ, വൺ സൈഡ്. മലമ്പുഴ ഡാം തുറന്നായിരുന്നോ? മലമ്പുഴ ഡാം തുറന്നോന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല കേട്ടോ. തുറക്കാൻ ചാൻസ് ഇല്ലെന്ന് തോന്നുന്നു. ഈ പറഞ്ഞ മേൽപ്പാടിയൊക്കെ ഞങ്ങൾ പോയായിരുന്നു പണ്ട്, ഓർമ്മയില്ലേ? നമ്മള് 2 വർഷം മുമ്പോ 2 വർഷം ഒന്നും ആയില്ലല്ലോ, കല്യാണത്തിന് ശേഷം ഒരു വർഷം 2 വർഷം ആയില്ല, 1.5 വർഷമായി കാണത്തുള്ളൂ. കൊല്ലത്ത് വെച്ചാ നമ്മള് പോയത്. കൊല്ലത്തായിരുന്നു അല്ലേ സമയത്ത്. ഇവിടെ വന്നിട്ട് ഇപ്പൊ 1 വർഷമായല്ലോ. ഇതെന്താ റീഡ് ആവുന്നില്ലേ? പൈസ ഉണ്ട്, തോട്ടി വെച്ചാലേ ചിലപ്പോ എടുക്കത്തുള്ളൂ. മഴ നനഞ്ഞോണ്ടാണോ എന്തോ. ഇനി ഒരു കമ്പ്യൂട്ടറിൽ അടിക്കുമോ? പൈസ ഉണ്ട്, ഇപ്പൊ റീചാർജ് ചെയ്തേ ഉള്ളൂ. എന്നാലും അതിനകത്ത് ആയിട്ടുണ്ട്, ഞാൻ നോക്കി, ബാലൻസ് നോക്കി. ഒരു കാല് വണ്ടിക്ക് ഈ വണ്ടിക്കാണെങ്കിൽ ഒരു 150 രൂപ, ലോഡ് വണ്ടിക്കാണെങ്കിൽ ഒരു 250 രൂപ. അങ്ങനെയാണെങ്കിൽ നല്ലതായിരുന്നു അല്ലേ? അതായിരുന്നു നല്ലത്. അതെ, അത്ര ആവാവും. അല്ലെങ്കിൽ ഇത് കൊണ്ടൊക്കെ വലിയ മെച്ചം കിട്ടത്തില്ല. സർക്കാരിന് മാത്രമാണ് വണ്ടി ഓടുന്നതിൽ മെച്ചം. ടാക്സും ടോളും എല്ലാം. പിന്നെ ബ്രോക്കർമാർക്കും. ബ്രോക്കർ ഒരു ലോറി എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാള് ശരിക്കും ഒരു ബ്രോക്കർ ആവാൻ നോക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതിനൊക്കെ നല്ല കോണ്ടാക്ട്സും കമ്പനിയൊക്കെ ആയിട്ടൊക്കെ ഇത് വേണം, അല്ലാതെ ചുമ്മാ ഒന്നും വരത്തില്ലല്ലോ. നമ്മളിവിടെ നിന്ന് പണ്ട് വീഡിയോ എടുത്തിട്ടുണ്ടോ ഈ മലയിൽ കയറിയിട്ട്? അവിടെ നിന്ന് ആ മല കാണാൻ നല്ല ഭംഗിയാണ്. നമ്മളെ KSRTC പറന്നു പോകുന്നല്ലോ. ഇതുവഴി പോകുന്നവർക്ക് സുഖമല്ല, നേരെ ഈ റൂട്ടിൽ ഓടുന്ന KSRTC ഡ്രൈവർമാർക്ക് സുഖം. പക്ഷെ അങ്ങോട്ട് മലബാർ സൈഡ് ഓടുന്നവർക്ക് കട്ടോ, അവർ കുഴഞ്ഞു പോകും റോഡിന്റെ അവസ്ഥയൊക്കെ. ഇപ്പൊ പാലക്കാട്ട് കോയമ്പത്തൂർ പോകുന്ന ഡ്രൈവർമാരാണെങ്കിൽ KSRTC ഓടിക്കുന്നവർക്കാണെങ്കിൽ അടിപൊളിയാണ്. അവർക്ക് ആ പാട് കുറച്ച് കോയമ്പത്തൂർ ഇച്ചിരി ട്രാഫിക് ഉണ്ടെന്നേ ഉള്ളൂ, ബാക്കിയൊക്കെ സുഖമാണ്, നേരെയുള്ള വഴിയാ. പക്ഷെ എന്തൊക്കെയാണെങ്കിലും നമ്മളെ KSRTC പോകുന്ന സുഖമൊന്നും തമിഴ്നാട്ടിലെ ബസ്സിൽ പോയാൽ കിട്ടത്തില്ല. KSRTC നല്ല എന്താ പറയാ, KSRTC എല്ലാ വിൻഡോ എമർജൻസി വിൻഡോ ആണ്, അതാണ് പ്രത്യേകത. ആണ്. ഇതിലേക്കൂടെ എനിക്ക് തോന്നുന്നു പല വലിയ വണ്ടിയിലെ പോകുന്ന, എനിക്ക് തോന്നിയിട്ടുള്ള ഇത് ടോള് കട്ട് ചെയ്യുന്ന വഴിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. എപ്പോഴും വലിയ വണ്ടിയൊക്കെ ഇവിടെ എത്തുമ്പോൾ കട്ട് ചെയ്ത് പോകുന്നതാണ്.
ഇതിൽ എവിടെ ഒരു വഴിയുണ്ട് കേട്ടോ, നമ്മളിപ്പോൾ കയറിയ ടോള് കയറാതെ പോകാനുള്ള വഴിയുണ്ട്. അതൊക്കെ ഇനി അങ്ങനത്തെ വഴികളെല്ലാം കണ്ടുപിടിക്കണം എല്ലായിടത്തും. അപ്പോൾ ഇനി പയ്യെ അങ്ങ് പോവാം നമുക്കല്ലേ. നമ്മൾ കുറച്ച് കാര്യങ്ങളെ നമ്മൾ ഷൂട്ട് ചെയ്യുന്നുള്ളൂ. നമ്മൾ ഇന്നിപ്പം ആതിരയുടെ വീട് വരെ പോകും. നമ്മൾ രാത്രി ആവും കേട്ടോ എത്തുമ്പോഴത്തേക്ക്. നമുക്ക് പെരുമ്പാവൂരിൽ നിന്ന് എത്ര ദൂരമുണ്ട്? 110 കിലോമീറ്റർ എങ്ങാണ്ടുണ്ട് ചെങ്ങന്നൂർക്ക്. അപ്പം ബസ്സിന് പോകുമ്പോൾ അറിയാം. പിന്നെ വേറെ കാര്യമുണ്ട്, MC റോഡിൽ വർക്കൊന്നും നടക്കാത്തതുകൊണ്ട് നമുക്ക് എളുപ്പം പോകാൻ പറ്റും. അങ്ങോട്ട് ആ റോഡും കുഴപ്പമില്ല, MC റോഡിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ MC റോഡിൽ രാത്രി ഒരു 9 മണി കഴിഞ്ഞാൽ ഭയങ്കര വിജനമാണ് അല്ലേ? ഹൈവേ പോലത്തെ. അതെ, MC റോഡിൽ ഭയങ്കര എന്താ പറയുക, ഒരു തിരക്കും കാണത്തില്ല. പക്ഷെ നമ്മൾ മറ്റേ വഴിയാണെങ്കിൽ നല്ല തിരക്കൊക്കെ കാണും. ഹൈവേയിൽ എപ്പോഴും മറ്റേ ലോറികളും ഒക്കെ പോകുന്നതുകൊണ്ട് അതിനായിട്ട് കുറെ കടകളും MC റോഡിൽ തിരക്ക് വളരെ കുറവാണ്. നമ്മള് ഇവിടെ ആവാറേ കഞ്ചിക്കോട്. ആ വീഗാർഡിന്റെ ഫാക്ടറി കഴിഞ്ഞോ? അതൊക്കെ തമിഴ്നാട്ടിലല്ലേ, ബോർഡറിലല്ലേ. ഇതിപ്പോ കഞ്ചിക്കോടായി. നമ്മളിപ്പോ പാലക്കാട് എടുക്കാറായി. വേണ്ട കഞ്ചിക്കോട്. ഇവിടെ ആയിരുന്നു പണ്ട് ഇന്ത്യൻ റെയിൽവേയുടെ കോച്ച് ഫാക്ടറി ഉണ്ടാക്കാനുള്ള സ്ഥലം നോക്കിയത്. പക്ഷെ അതൊന്നും പിന്നെ നടപ്പിലായില്ല. അതിന് കേരളത്തിലായതുകൊണ്ടാണോ? പക്ഷെ അത് വന്നിരുന്നെങ്കിൽ ഒന്നാലോചിച്ചോണം, നമ്മളെ പെരമ്പൂരില്ലേ, ചെന്നൈയിലുള്ള അതുപോലത്തെ കോച്ച് ഫാക്ടറി നമ്മളെ കേരളത്തിലുണ്ടെന്ന് പറയുമ്പോൾ എത്ര പേർക്ക് തൊഴിൽ കിട്ടിയാൽ. അത് എന്തുകൊണ്ട് പിന്നെ ക്യാൻസൽ ആയി പോയി? പിന്നെ ഫാക്ടറികളൊക്കെ കാണുന്നത് ഇവിടൊക്കെയാണ്. പാലക്കാട് ഏരിയയിൽ ഏറ്റവും കൂടുതൽ ഫാക്ടറി ഒക്കെ ഉള്ളത് ഇവിടെയാണ് കേട്ടോ, കഞ്ചിക്കോട്. ഇവിടെ ഒത്തിരി ഫാക്ടറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ പാലക്കാട് തമിഴ്നാട് രീതിയിൽ ഒരുപാട് ഇൻഡസ്ട്രി വരാൻ പറ്റിയ സാധ്യതയുള്ള സ്ഥലമാണ്. കാരണം ഇവിടെ ഒരുപാട് ഡ്രൈ ലാൻഡുകളുണ്ട്, ഒത്തിരി സ്ഥലങ്ങളുണ്ട് നിരപ്പായിട്ട്. മാത്രമല്ല തമിഴ്നാട് അടുത്തായിട്ട് ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ നല്ല രീതിയിൽ ചെയ്യാനും പറ്റും. കമ്പനികൾക്കൊക്കെ വരാൻ പറ്റിയ സ്ഥലമാണ് പാലക്കാട്. ഒത്തിരി കമ്പനികളുണ്ട്. നമ്മളിപ്പോൾ പാലക്കാട് കുഴൽമന്ത് എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. ഇവിടെ കണ്ടോ ഹൈവേയിൽ പാലം വരാൻ പോകട്ടോ. ഇവിടെ ഇതിനു മുമ്പേ പാലം ഇല്ലായിരുന്നു. അപ്പോൾ ഇവിടെ സിഗ്നലായിരുന്നു. അത്യാവശ്യം തിരക്കായി തുടങ്ങിയപ്പോഴത്തേക്ക് ഇവിടെ ഒരു പാലം പണിയാനുള്ള പണിയാണ് നടക്കുന്നത് കേട്ടോ. പാലം വന്നു കഴിഞ്ഞാൽ സുഖമാവും. മറ്റേത് ഇവിടെ സിഗ്നൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇനി പാലം പണിയുന്നവരെ നമ്മൾ സർവീസ് റോഡിൽ കൂടെ വേണം പോകാൻ. പെട്ടെന്നല്ല പണി കഴിഞ്ഞ്, പണി ഇത്ര ആയത്. നമ്മൾ ഇടയ്ക്ക് വന്ന് നോക്കിയപ്പോൾ താഴെ മണ്ണെടുക്കുന്നേ ഉണ്ടായിരുന്നത്. ബസ് സ്റ്റോപ്പിൽ ബസ് ഇച്ചിരി അങ്ങോട്ട് ഒതുക്കിയിട്ടിരുന്നെങ്കിൽ. ഇവിടുത്തെ ഈ സർവീസ് റോഡ് കണ്ടോ, ഇപ്പം ഈ സൈഡ് റോഡ് കയറ്റമല്ലേ, പക്ഷെ സർവീസ് റോഡ് കൊണ്ട് മര്യാദക്കല്ലേ പോകുന്നത്. അതേസമയം അവിടെ ആണെങ്കിലോ ഇതുപോലെ കയറ്റം വരും. അവിടെ അത് സംഭവം എന്തറിയോ, അവിടെ റോഡ് ഇച്ചിരി നിരപ്പാക്കിയിട്ടേ സർവീസ് റോഡ് ഭയങ്കര കയറ്റമാക്കിയിട്ടിരിക്കുക. ഇവിടെ കോഴിക്കോട് അവിടെ മറ്റേ മെയിൻ റോഡ് താഴെ ആക്കിയിട്ട് സർവീസ് റോഡ് കുത്തനാക്കി. അപ്പം അവിടുത്തെ ലോക്കൽ ആൾക്കാർക്കായിരിക്കും ബുദ്ധിമുട്ട്. അത് ഈ പറഞ്ഞാൽ നമ്മൾ വലിയ വണ്ടിക്കാണ് ഈ ബുദ്ധിമുട്ട്. ചെറിയ വണ്ടിക്ക് വലിയ സീനില്ല. ചെറിയ വണ്ടിയൊക്കെ സിമ്പിളായിട്ട് കയറി പോകില്ല. നമ്മൾ വലിയ വണ്ടി പോകുമ്പോൾ നമുക്ക് കയറ്റമൊക്കെ ഫീൽ ചെയ്യുന്നത്. ചെറിയ വണ്ടി പോയാൽ നമുക്ക് കയറ്റമൊന്നും വലുതായിട്ട് തോന്നത്തില്ല. നല്ല കുലുക്കമുണ്ടല്ലേ. ഇവിടെ റോഡൊക്കെ മഴ പെയ്തപ്പോഴത്തേക്ക് ഇളകി തുടങ്ങി കേട്ടോ, സർവീസ് റോഡൊക്കെ. ഇവിടെ വെള്ളം കയറി പിടിഞ്ഞു പോയത്. നമ്മളിപ്പോൾ ആലത്തൂരായിട്ടോ ഇവിടെയൊക്കെ സൈഡൊക്കെ റോഡൊക്കെ ചെറുതായിട്ട് ഇടിഞ്ഞിട്ടുണ്ട്. വലിയ കുഴപ്പമൊന്നുമില്ല. അവിടെ പണി നടക്കുമെന്ന് തോന്നുന്നു അല്ലേ, സർവീസ് റോഡിന്റെ. അതും തെറ്റി അണ്ണൻ വണ്ടി അവിടെ നിർത്തിയിട്ടെ. അണ്ണൻ വണ്ടി എന്ന് പറഞ്ഞപ്പോൾ എന്തായാലും നമ്മളെ അണ്ണൻ വണ്ടി എന്ന് പറഞ്ഞപ്പോഴേ ഇപ്രാവശ്യം അവർ ഒരുപാട് ഹെൽപ്പ് ചെയ്തായിരുന്നു അല്ലേ. തമിഴ്നാട്ടിൽ നിന്ന് ആംബുലൻസ് സർവീസ് ആയാലും പിന്നെ ഫുഡും അരി സാധനങ്ങളും അതന്നെ ഫയർഫോഴ്സും എല്ലാവരും എത്തിച്ച്. അതുപോലെ തന്നെ സാമ്പത്തിക സഹായം ഒക്കെ ചെയ്തായിരുന്നു കേട്ടോ നമ്മുടെ അയൽവാസി തമിഴ്നാട്. നമ്മളടുത്ത വടക്കാഞ്ചേരി ടോൾ പ്ലാസയിലെത്തി. ഈ സ്ഥലമൊക്കെ ഇപ്പൊ നമുക്ക് സുപരിചിതമല്ലേ, ഈ റൂട്ടൊക്കെ തീരെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നതല്ലേ, ബൈക്കിലും ലോറിയിലും എന്തൊക്കെ നിർത്തിയിട്ട്. ഇൻഡിക്കേറ്റർ ഇട്ടാ ഇനി നമുക്ക് ഒരു ടോളും കൂടെ വരും.
നമ്മളിപ്പോൾ കോയമ്പത്തൂരിൽ നിന്ന് വന്നുകൊണ്ടാണ് നമുക്കിപ്പോൾ 3 ടോളായി. കോയമ്പത്തൂരല്ല, മധുക്കരയാണ്. പാലക്കാട് നിന്നാണ്, പാലക്കാട് നിന്നാണെങ്കിൽ 2 ടോളേ വരുന്നുള്ളൂ. എന്തൊറ്റി നിൽക്കാൻ പറഞ്ഞ ഇന്നെന്തോ ഭാഗ്യത്തിന്. സാധാരണ നമ്മൾ വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര മഴ പെയ്യേണ്ടതാണല്ലോ. ഇന്ന് ഇതുവരെ മഴ പെയ്തില്ല. അത്ഭുതമാണല്ലോ. എന്തായാലും കഴിഞ്ഞല്ലോ, ഇത് ഓഗസ്റ്റ് ആയി, മഴക്കാലമൊക്കെ തീർന്നു വരുന്നു. ആ കാറിന്റെ ടോള് റീചാർജ് ചെയ്തില്ലെന്നു, എന്തോന്ന് അറിയാൻ വയ്യല്ലോ. അതാ തോന്നുന്നു നേരത്തെ നിർത്തിയത്. നീ റിവേഴ്സ് എടുക്കേണ്ടി വരുമോ എന്തോ, എന്തൊക്കെയോ സംസാരം. ശരിയാവോ? അന്ന് നമ്മുടെ ടോളിന്ന് പൈസ മേടിച്ചില്ലായിരുന്നു. പൈസ മേടിച്ചിട്ടുണ്ട്. അത് ടോൾ ഇല്ലാത്തതുകൊണ്ട് ഡബിൾ പൈസ കൊടുത്തിട്ടാ പോയെന്ന്. ഫോൺ അടിച്ച് ശല്യപ്പെടുത്തും. ഇനി റിവേഴ്സ് എടുക്കേണ്ടി വരും. അയാൾക്ക് എന്തോ കുഴപ്പമുണ്ടാവും വണ്ടിക്കാരനെ. അത് നിർത്തി, നമ്മളും വെറുതെ അതിന്റെ പുറകെ പോയി. നമ്മൾ റിവേഴ്സ് എടുക്കണോ? റിവേഴ്സാ? എടോ, വേറൊരാള് ചെയ്ത കുറ്റത്തിന് നമ്മൾ റിവേഴ്സ് എടുക്കണം. അവര് എന്തെങ്കിലും ചെയ്ത് കാശെങ്ങാനും വാങ്ങിച്ച് പറഞ്ഞു വിടാനുള്ളതിനെ നമ്മൾ റിവേഴ്സ് എടുക്കേണ്ട അവസ്ഥയായിട്ടോ. ബാക്കിൽ വണ്ടിയൊന്നും ഇല്ലേ? സെറ്റ് ആയോ? പൈസ കൊടുത്തോ? ഞാൻ ബാക്കില് വഴിയും ബാക്കിലുണ്ടോ? റിവേഴ്സ് എടുക്കാനല്ലേ പറഞ്ഞത്? ആ കൺഫ്യൂഷൻ ആണല്ലോ ടോളില്. ആ തുറന്നല്ലോ. എന്തോ പൈസ അങ്ങനെ കൊടുത്ത് സെറ്റാക്കിയെന്നോ എന്താണെന്നറിയാൻ പറ്റും. അത് തന്നെ, കാശ് കൊടുത്ത് സെറ്റാക്കി. നമ്മൾ കുറേ സമയം പോയി. നമുക്ക് അവിടെ എവിടെയെങ്കിലും പാർക്കിങ്ങിൽ ഇടണം. ഇത് പന്നിയങ്കര ടോൾ പ്ലാസ, മറ്റേത് പാലിയക്കര ടോൾ പ്ലാസ. ആ ഇവിടെ എല്ലാം ഉണ്ടോ? ഈ സൈഡെല്ലാം മല ഇടിഞ്ഞല്ലേ? നമ്മളെ കേരളാണേ, അല്ലാതെ പാലക്കാടിന് ഇത്ര ഇടിഞ്ഞല്ലേ? അപ്പൊ ഇടുക്കി സൈഡൊക്കെ എന്തോ ആയി കാണോ എന്തോ. നമ്മൾ വരുന്ന വഴിക്കൊക്കെ വേറെയും ഇതുപോലത്തെ സൈഡ് മലകളെല്ലാം ഇടിഞ്ഞിടിഞ്ഞ് കിടപ്പുണ്ടായിരുന്നു. ഇതിപ്പോ നമ്മളിപ്പോ കുതിരാൻ എത്താറായി. ഇനി അവിടെ എന്താ നോക്കാം നമുക്ക്. മണ്ണിടിച്ചിലാണ്. നമുക്ക് മഴയെ നമുക്ക് എത്ര വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം, പക്ഷെ മണ്ണിടിച്ചിലിന് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അവിടെ ഇടിഞ്ഞിരിക്കുകയാണ് ആ ഫ്രണ്ടില് ആണെന്ന് തോന്നുന്നല്ലേ? ആ ഈ സൈഡ് ഉണ്ടോ? സർവീസ് റോഡ് വരുന്ന സൈഡാ. അവിടെ ഇടിഞ്ഞു താഴെ വീണിട്ടുണ്ട്. പിന്നെ ഇവിടെ നിന്ന് ആർക്കും ഒന്നും പറ്റാത്തോണ്ട് എന്നാലും ഈ സർവീസ് റോഡിലൊക്കെ ചിലപ്പോ ഒരു ബൈക്കിൽ വന്നാലും മതി. ഇവിടെ ഇടിഞ്ഞിട്ടുണ്ട് കണ്ടോ? ഇവിടെ എല്ലാം ഇടിഞ്ഞിട്ടുണ്ട്. സൈഡിലെല്ലാം കണ്ടോ? ചെറിയ രീതിയിലെല്ലാം മല ഇടിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇടുക്കിയിലൊക്കെ ഞാൻ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട് നേരിട്ട്. ഇടിഞ്ഞ് വീഴുന്നല്ല, പക്ഷെ ഇടിഞ്ഞതിന് ശേഷം വലിയ മലയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെ എപ്പോഴും മിക്കപ്പോഴും നടക്കുന്ന സംഭവം ഇടുക്കിയിലൊക്കെ റോഡ് സൈഡൊക്കെ മണ്ണോടെ ഈ ചുമപ്പ് മണ്ണ് ഇങ്ങനെ റോഡ് മൊത്തം മൂടിയിട്ടുണ്ടാവും. ആ നമ്മളിപ്പോൾ കുതിരാന്റെ ഭാഗത്തെത്തി. അപ്പുറ സൈഡൊക്കെ കണ്ടോ നീ? ഫുള്ള് വെള്ളം കയറിയല്ലേ? ഇതിനുമ്പേ നമ്മൾ ഇങ്ങനെ വെള്ളം കണ്ടില്ല ഇവിടെ ഒന്നും. കുതിരാൻ മല കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇവിടെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും കുതിരാൻ മലയൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല. ഇവിടെ പാറയാണത്, മേളില് കുന്നാണ് കേട്ടോ. പക്ഷെ ഇതും ഡേഞ്ചർ എന്ന് പറഞ്ഞാൽ പറയല്ലേ കാണുമ്പോ. പിന്നെ ഇതിനകത്ത് ഇഷ്ടംപോലെ മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ടേ നമ്മളങ്ങനെ കുതിരാനിൽ ഈ വണ്ടിയായിട്ട് കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയതാണ്. ആ അത് ടണലിന്റെ അച്ചാന്ന് തോന്നുന്നു.
ഓ വെള്ളം കണ്ടോ? ഈ നോക്ക് മലയൊക്കെ നനഞ്ഞ് കുതിർന്നിരിക്കുന്നുണ്ടോ? ഇതുകൊണ്ട് ഇടിഞ്ഞിരിക്കുന്നുണ്ടോ? അപ്പുറത്ത് കാണിക്കേട്ട സ്ഥലം കണ്ടോ? അതുകൊണ്ട് കുതിരാണ്ട് ഇപ്പുറത്ത് നോക്ക്, മലയൊക്കെ ഇടിഞ്ഞ് മണ്ണൊക്കെ വീണിരിക്കുന്നുണ്ടോ? മരവും വീണല്ലേ? ആ അപ്പം ഇതെല്ലാം ഡേഞ്ചർ ആയിട്ടിരിക്കും. ഇതെല്ലാം ഡേഞ്ചർ തന്നെയാണ്. ഇതിനൊക്കെ ഒരു സംരക്ഷണ ഭിത്തി വെക്കണം. യഥാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ നമുക്ക് സേഫ്റ്റി, ഹൈവേ അതോറിറ്റി നമുക്ക് സേഫ്റ്റി തരുന്നുണ്ടെങ്കിൽ. ആ ഭയങ്കരമായിട്ട് ഇടിഞ്ഞല്ലോടി കണ്ടോ? എൻ്റെ ഒരു അഭിപ്രായത്തിലുണ്ടല്ലോ, ഹൈവേ നമ്മൾ ടോളൊക്കെ കൊടുത്താണ് നമ്മളിപ്പോൾ ഈ റോഡിൽ പോകുന്നത്. ഇതുപോലെ തന്നെ എല്ലാ റോഡിലും പോകുന്നത്. അപ്പോൾ ടോൾ കൊടുക്കുന്ന റോഡിൽ ഈ പറഞ്ഞ പോലെ മലകളുണ്ടെങ്കിൽ അതിനെല്ലാം കറക്റ്റ് സംരക്ഷണ ഭിത്തിയെ കെട്ടി സേഫ്റ്റി ആയിട്ട് ഇടാവും. ഇതൊന്നും യഥാർത്ഥത്തിൽ ഇങ്ങനെ പാറ വെട്ടിയിട്ടുണ്ടെന്നല്ലാതെ യാതൊരു സേഫ്റ്റിയും ഇല്ല. വീഴുമ്പം അതിനെക്കുറിച്ച് ചിന്തിക്കും, അല്ലെങ്കിൽ പൊട്ടി വീഴുമ്പോഴേ ചിന്തിക്കത്തുള്ളൂ അല്ലേ? അതുവരെ ആരും ഒന്നും ചിന്തിക്കത്തില്ല. ഇപ്പൊ തന്നെ കണ്ടില്ലേ, അത് വലുതായിട്ടൊന്നും സംഭവിക്കാത്തതുകൊണ്ട് അത് മൈൻഡ് ചെയ്തില്ല. പക്ഷെ വലിയൊരു സംഭവം ആകുമ്പോഴേ ന്യൂസ് ആവത്തുള്ളൂ. ആ വിജയുടെ സിനിമയിൽ പറയുന്ന പോലെ അല്ലേ, 5 പേര് ഞങ്ങൾ 5 പേര് വേണമെങ്കിൽ സൂയിസൈഡ് ചെയ്യാന്ന് പറയത്തില്ലേ, ആത്മഹത്യ ചെയ്യാന്ന് പറയത്തില്ലേ? അതേപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്താലേ ആൾക്കാരും ഗവൺമെന്റ് തിരിഞ്ഞു നോക്കത്തുള്ളൂ, എന്തെങ്കിലും പറ്റിയാലേ. ആ അതിന്റെ മലയാളം ഡബിങ് അല്ലേ? ഒരു സിനിമയിലെ കാര്യമാണ് ഞങ്ങൾ ഈ പറയുന്നത്. വിജയുടെ കത്തി എന്ന് പറയുന്ന സിനിമയിലെങ്ങാണ്ട്. ആ കത്തി തന്നെ, കർഷകരുടെ പടം. അതിനകത്ത് പറയുമല്ലോ ഇങ്ങനെ. അപ്പൊ നമുക്ക് നേരെ വിടാം, നേരെ പെരുമ്പാവൂർക്ക് വിടാം. ഇനി കൂടുതലൊന്നും കാണിക്കേണ്ട, സമയം ഇരുട്ടായി വരുന്നത്. വാച്ച് വണ്ടിക്കകത്തിരിക്കുകയല്ലേ, വാച്ച് കെട്ടാത്തോണ്ട് ഒരുമാതിരി. നമ്മൾ ഈ വാച്ച് കെട്ടി ശീലിച്ചിട്ട് പിന്നെ വാച്ച് കെട്ടിയില്ലെങ്കിൽ കൈയൊക്കെ ഒരുമാതിരി ഇരിക്കുന്നത്. സമയം സന്ധ്യ ആയി വരുന്നു. നമ്മളിപ്പോൾ എവിടെ എത്തി? അങ്കമാലി എത്തി അല്ലേ? അങ്കമാലിയിൽ നമുക്ക് തിരിഞ്ഞ് പെരുമ്പാവൂർ പോകണം. പെരുമ്പാവൂർ പാർക്കിങ്ങിന് ഒരു സ്പേസ് കിട്ടിയാൽ മതിയായിരുന്നു. ഇന്ന് പക്ഷെ ഇച്ചിരി തിരക്ക് കുറവുണ്ടല്ലോ അല്ലേ? നമ്മൾ സാധാരണ ഇവിടെ എത്തുമ്പോൾ ഭയങ്കര തിരക്കാവാറുണ്ട്. അത്യാവശ്യം നല്ല തിരക്കുള്ള സ്ഥലമാണ് അങ്കമാലി. നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റ് വേണം. ഇന്നെന്തോ ഇച്ചിരി കുറവുണ്ട്. ഇച്ചിരി കുറവുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും കൂടെ കയറി വരുമെന്ന് തോന്നുന്നല്ലോ. ഇവിടെ ലെഫ്റ്റ് കയറി പോവാം. MC റോഡ് നമ്മൾ ഇവിടുന്ന് കയറുക. ഇതങ്ങോട്ട് പോകുന്നേ സൂപ്പർഫാസ്റ്റ്? ഇനി നമുക്ക് ഇന്ന് ഫുള്ള് ബാക്കി യാത്ര ഒക്കെ നമുക്ക് ഇനി MC റോഡിലാണ് കേട്ടോ അല്ലേ? വീട് വരെ, ആതിരയുടെ വീട് വരെ MC റോഡാണ്. നിങ്ങൾ പഠിച്ച സ്കൂളിൽ MC റോഡ് എടുത്തല്ലേ? എന്താ സ്കൂൾ പേര്? കാരക്കാട് SH. അപ്പൊ ഇനി നമുക്ക് നേരെ നമ്മളെ പാർക്കിങ്ങിൽ കൊണ്ടുപോയി വണ്ടി കയറ്റാം. ഇവിടെ നിന്നൊരു എനിക്ക് തോന്നുന്നൊരു 10 കിലോമീറ്റർ അങ്ങാണ്ട് കാണാം പെരുമ്പാവൂര്. 10-12 കിലോമീറ്റർ ആണ്. ഇനി അടുത്ത വീഡിയോ എന്തായാലും നമ്മൾ ലോഡുമായിട്ടുള്ള വീഡിയോ ആയിരിക്കും കേട്ടോ. നമ്മളെപ്പോഴും കാലിക്കാണ് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ട് ഉറപ്പായിട്ട് അടുത്ത വീഡിയോ ലോഡുമായിട്ടുള്ള യാത്രയായിരിക്കും കേട്ടോ. പെരുമ്പാവൂർ എത്താറായപ്പോഴത്തേക്കൊരു ആക്സിഡന്റ് ആണല്ലോ അല്ലേ? ഒരു കിയ വണ്ടിയും നമ്മളെ ടാറ്റയുടെ ലോറിയായിട്ട് ഇടിച്ചിരിക്കുക കേട്ടോ. നേരെ ഡയറക്റ്റ് ഇടിച്ചിരിക്കുകയാണല്ലോ. കാറിന്റെ 2 എയർ ബാഗ് പൊട്ടിയിട്ടുണ്ട് കേട്ടോ. അതിനകത്ത് ആളുണ്ട്, കാറിനകത്ത് ആളിരിക്കുന്നുണ്ട്. അറിയത്തില്ല. അതെ, ലോറി അപ്പുറത്തുനിന്ന് വരുന്നത്, കാറ് നേരെ പോയി കയറ്റിയ പോലെ ഉണ്ടല്ലോ കണ്ടിട്ട്. നമ്മള് വീഡിയോയിൽ കിട്ടിയിട്ടുണ്ടോ അത്? കാണാം അല്ലേ? എന്തോ സംഭവം എന്ന് അറിയാൻ വേണ്ട. ഫുള്ള് ബ്ലോക്കായി. ഈ സൈഡ് നമ്മുടെ സൈഡ് ഫ്രീ ആണ്, അപ്പുറ സൈഡ് ഉണ്ടോ ഫുള്ള് ബ്ലോക്കായി. ഇനിയിപ്പോ അങ്ങോട്ട് മൊത്തം ബ്ലോക്ക് ആവല്ലോ.
ആഹാ, ഫുള്ള് ലോറികളെല്ലാം. ഒന്നാമത് ഈ റൂട്ടിൽ ഇപ്പം വൈകിട്ടാകുമ്പോൾ ഒരുപാട് ലോറി കാണും. പ്ലൈവുഡൊക്കെ കയറ്റിയിട്ട് പോകുന്നത്. അധികം സന്ധ്യാസമയത്തൊക്കെയാണ് ഇവിടുന്ന് വിടുന്നത്, ലോഡ് കയറ്റിയിട്ട്. ഇപ്പം എല്ലാ വണ്ടി ബ്ലോക്ക് ആവും. എന്തായാലും ഇപ്പോഴേ എടുത്ത് മാറ്റത്തില്ല അവരിത്. പോലീസുകാർ വന്നിട്ടേ മാറ്റത്തുള്ളൂ. നമ്മളെ വണ്ടി ഇവിടെ ലോഡ് കയറ്റാനായിട്ട് ഇവിടെ കൊണ്ടിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നാണ് ഇനി പ്ലൈവുഡിൻ്റെ ലോഡ് കയറ്റാൻ പോകുന്നത് കേട്ടോ.